ഇത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിൽ നെയ്യാറ്റിൻകര ജംഗ്ഷനിലാണ് ഈ ക്ഷേത്രം. തിരുവനന്തപുരത്ത് നിന്നും 20 കിലോമീറ്റർ തെക്ക് കിഴക്ക്, നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര നഗരമധ്യത്തിലാണ് പ്രസിദ്ധമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. റോഡിനരികിൽ ക്ഷേത്രഗോപുരം, ഭഗവാൻ ഗീതോപദേശം ചെയ്തുകൊണ്ട് നിൽക്കുന്ന തേരിന്റെ ചിത്രം. പ്രധാന മൂർത്തി ശ്രീകൃഷ്ണൻ. നറുവെണ്ണയുണ്ണുന്ന കണ്ണന്റെ ഇരു കൈയിലും വെണ്ണ. പണ്ട് അഗസ്ത്യമുനി സഹ്യപർവ്വതത്തിലുള്ള തന്റെ ആശ്രമത്തിൽ യാഗം നടത്തി വരികയായിരുന്നു. ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ അഗസ്ത്യാശ്രമം കാണാനെത്തി. യാഗശാലയിൽ നറുനെയ് നിറച്ച ധാരാളം കുംഭങ്ങൾ കുന്നുകൂടി കിടന്നിരുന്നു. അതിൽ നിന്നും വാർന്നൊഴുകിയ നെയ്യ് ആറായി മാറി. നെയ്യൊഴുകുന്ന ആറ് നെയ്യാർ ആയി. അഗസ്ത്യൻ വെണ്ണ ചെറു ഉരുളകളാക്കി ഹോമകുണ്ടത്തിലേക്കിടുന്ന കാഴ്ച വില്ലുമംഗലത്തിനെ രസിപ്പിച്ചു. യാഗാഗ്നി മുഖത്തു നിന്നും ഉണ്ണികൃഷ്ണൻ ഉരുളുകൾ 2 കൈകൊണ്ടും മാറി മാറി സ്വീകരിക്കുന്നു. നെയ്യാറിൽ നിന്നും കിട്ടിയ ഒരു കൃഷ്ണശില വച്ച് ഒരു ഭക്ത പൂജിക്കുന്നുണ്ടായിരുന്നു. സ്വാമിയാർ ആ ശിലാവിഗ്രഹം നെയ്യാറിന്റെ കരയിൽ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം അവിടം നെയ്യാറ്റിൻകര എന്നറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ പഴയ തെങ്ങനാട് നെയ്യാറ്റിൻകരയായി മാറിയതാണെന്നും പറയപ്പെടുന്നു. ദശാവതാരങ്ങളിൽ മത്സ്യാവതാരം നെയ്യാറ്റിൻകര ദിശയിലായിരുന്നു എന്ന് പുരാണം. ഒരു നാൾ ഘൃതമാലയാക്കിയ നദി തന്നിൽ എന്ന് തുടങ്ങി എടുത്തരികെ കാണായ കൊക്കിരണി തന്നിലിട്ടാൽ എന്ന വരികൾ കേട്ടാൽ ഘൃതമാല എന്നാൽ നെയ്യാറാണെന്ന് കൊണ്ടും ഇന്ന് കുരവണി കടവായി അറിയപ്പെടുന്നത് കൊക്കിരണി ലോപിച്ചതാവാമെന്നും ഭാഗവതത്തിലെ മത്സ്യാവതാര ഭാഗത്തെ ഈ വരികൾ സൂചിപ്പിക്കുന്നത് എന്നനുമാനിക്കാം. പണ്ടൊരിക്കൽ ഇവിടെ കടുത്ത വരൾച്ച അനുഭവപ്പെട്ടു. ഒരിറ്റ് വെള്ളം പോലും കിട്ടാതെയായി. ഭഗവാന് അഭിഷേകത്തിന് ജലമോ നൈവേദ്യത്തിന് വെണ്ണയോ ഇല്ലെന്നായി. ഇതെല്ലാം കണ്ടപ്പോൾ വൃദ്ധയായ കൃഷ്ണഭക്തിയുടെ കണ്ണു നിറഞ്ഞു. അവർ മനംനൊന്ത് ഭഗവാനെ വിളിച്ചതിന്റെ ഫലമായി ആറ്റിലൂടെ വെള്ളമൊഴുകാൻ തുടങ്ങി. അന്നു മുതൽ ആറ്റിൽ നെയ്യുമാറി ജലമായി. എങ്കിലും നെയ്യാറിലെ ജലത്തിന് നെയ്യിന്റെ നിറമുണ്ടെന്ന് സമാധാനിക്കാം. കൃഷ്ണപുരത്തെ ആ ഭക്തയ്ക്ക് ഉണ്ണികൃഷ്ണന്റെ ദർശനമുണ്ടായി. അവർ ആറ്റിൽ കുളിക്കാനെത്തിയപ്പോൾ ഗോക്കളുമായി നീന്തിക്കളിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത്. ഭഗവാനെ കണ്ട കാര്യം അവർ വിളിച്ചു പറഞ്ഞുവെന്നും അതോടെ അവരുടെ കാഴ്ചശക്തി നഷ്ടമായി എന്നും പറയപ്പെടുന്നു. അവർ പിന്നെയും ഭഗവാനെ വിളിച്ചു കരഞ്ഞപ്പോൾ അവരുടെ ഒരു കണ്ണിന് കാഴ്ച തിരിച്ചു നൽകി പോലും. അതിനുശേഷം അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാളുടെ ഒരു കണ്ണിന് കാഴ്ചശക്തി നഷ്ടമായിരുന്നു. അമ്പലത്തിനടുത്ത് തന്നെ കഴിഞ്ഞിരുന്ന ഈ കുടുംബം ഏതാണ്ട് 60 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഗോക്കളോടൊത്ത് കളിച്ച കൃഷ്ണന്റെ സ്മരണ എന്നോണം ഇന്നും പശുക്കളെ വേണ്ട പ്രാധാന്യം നൽകി ബഹുമാനിച്ചു പോരുന്നു. അനന്തവും അനാദിയുമായ കാലത്തിന്റെ പ്രളയ പയോധിയിൽ കാൽവിരലുണ്ട് കിടക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കാലാതീതമായ ലീലകളുടെ ബാലഭാവത്വമാണ് നെയ്യാറ്റിൻകരയിലെ ഈ മഹാക്ഷേത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തിരുവിതാംകൂറിൽ രാജ്യാവകാശ തർക്കം നടന്നിരുന്നു. മാർത്താണ്ഡവർമ്മ രാജ്യാവകാശിയാകാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ബന്ധുക്കളും
അനുയായികളും ചേർന്ന് അദ്ദേഹത്തെ വധിക്കാനൊരുങ്ങി. മാർത്താണ്ഡവർമ്മ ഒളിവിലായി. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി രക്ഷപ്പെടുകയായിരുന്നു. ശത്രുക്കൾ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു. നെയ്യാറിന്റെ അടുത്തെത്തിയപ്പോൾ ആറ് കര കവിഞ്ഞൊഴുകുകയായിരുന്നു. ഒരു തോണിയിൽ കയറി മറുകരയെത്തി അവിടെ കാട്ടിലൊളിച്ചു. അവിടം സുരക്ഷിതമല്ലെന്ന് തോന്നിയിട്ടാകണം അദ്ദേഹം പത്മനാഭസ്വാമിയെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആരോ വിളി കേട്ടു. ശബ്ദം കേട്ട സ്ഥലത്ത് ഒരു ബാലൻ. ആ കാട്ടുപ്രദേശത്ത് ഒരു ബാലനെ കണ്ടപ്പോൾ യുവാവായ മാർത്താണ്ഡവർമ്മയ്ക്ക് അത്ഭുതം. എന്നാൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം. ആ ബാലൻ അടുത്ത് കണ്ട ഒരു പ്ലാവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. മാർത്താണ്ഡവർമ്മ പ്ലാവിൽ കയറി അതിനുള്ളിൽ കണ്ട പൊത്തിലൊളിച്ചു. ശത്രുക്കളുടെ ശബ്ദം അടുത്തടുത്ത് വന്നു. തമ്പുരാൻ അനങ്ങാതെ ഇരുന്നതേയുള്ളൂ. വന്നവർ പ്ലാവിന്റെ അടുത്തുകൂടി നടന്നുപോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ രക്ഷിച്ച കുട്ടിയെപ്പറ്റിയായിരുന്നു ചിന്ത. കുട്ടി സാധാരണക്കാരനല്ലെന്ന് തോന്നിയ യുവരാജൻ വീണ്ടും വിളിച്ചു. കാട്ടിനുള്ളിൽ നിന്നും വിളി കേട്ടു. പ്ലാവിൽ നിന്നിറങ്ങിയ രാജകുമാരൻ വിളി കേട്ട സ്ഥലത്തേക്ക് പോയി. അവിടെ കണ്ടത് ഒരു ശില മാത്രം. അദ്ദേഹം ആ ശിലയെ നമസ്കരിച്ച ശേഷം യാത്രയായി. ആത്മധൈര്യം വർദ്ധിച്ചു. അനന്തപുരത്തെത്തി മാതുലനായ രാമവർമ്മ തമ്പുരാനെ മുഖം കാണിച്ചു. രാജാവ് നാടു നീങ്ങിയതോടെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ മഹാരാജാവായി. രാജ്യഭാരമേറ്റ ശേഷം അദ്ദേഹം ചെയ്തത് തന്നെ രക്ഷിച്ചവരെയൊക്കെ സംരക്ഷിക്കുകയായിരുന്നു. തന്നെ രക്ഷിച്ച പ്ലാവിനെയും മറന്നില്ല. പരിവാരങ്ങളോടെ നെയ്യാറ്റിൻകരയിലെത്തി അതിനെ പട്ടുചുറ്റി പൂജിച്ച് അമ്മച്ചി പ്ലാവെന്ന് നാമകരണം ചെയ്ത് സംരക്ഷിച്ചു. തന്നെ രക്ഷിച്ച ബാലൻ പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്ത് ഭഗവാന്റെ അതേ രൂപത്തിൽ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ച് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ മഹാക്ഷേത്രം പണികഴിപ്പിച്ചു. ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറായി ഒരു കൊട്ടാരവും പണികഴിപ്പിച്ചു. രാജാവ് ഇവിടെ എത്തുമ്പോൾ താമസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇത്. മീനമാസത്തിലെ തിരുവോണ നാളിൽ തുടങ്ങുന്ന ഉത്സവം 10ാം ദിവസമായ രോഹിണി നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കും. ഇവിടുത്തെ ആറാട്ട് ദിവസമാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടിയേറുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് തന്റെ ജന്മദിനമായ അനിഴം നാളിലാണ്. ഈ ദിനം പ്രതിഷ്ഠാ ദിനമായി ആചരിച്ചു വരുന്നു. ഭഗവാന്റെ തൃക്കൈയിൽ വെണ്ണയും കദളിപ്പഴവും വച്ച് നിവേദിക്കും. ഈ വെണ്ണ ഉദരരോഗത്തിന് ഉത്തമമാണെന്നാണ് വിശ്വാസം. 5 പൂജ തന്ത്രം താഴമൺ ആണ്. ചന്ദന മുഴുക്കാപ്പ് ചാർത്തിയ നവനീത കൃഷ്ണനെ കണ്ട് വണങ്ങി മടങ്ങുന്ന ഭക്തരുടെ മനസ്സിൽ പ്രശാന്തി പുല്ലാങ്കുഴൽ നാദം പോലെ പടർന്നുയരും. അനന്തവും അനാദിയുമായ കാലത്തിന്റെ പ്രളയ പയോധിയിൽ കാൽവിരൽ ഉണ്ടുകിടക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കാലാതീതമായ ലീലകളുടെ ബാലഭാവത്വമാണ് നെയ്യാറ്റിൻകരയിലെ ഈ മഹാക്ഷേത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.